ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ദാൽ റൈസ് വട. ഇത് ഉറദ് ദാൽ വടയെ കഴിഞ്ഞും കൂടുതൽ ടേസ്റ്റിയുമാണ്, ക്രിസ്പിയുമാണ്. ഈ വട ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഷേർലിയാണ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ദാൽ റൈസ് വടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്ന മാവാണ്. പക്ഷേ ആ മാവ് കുറച്ച് അരച്ചെടുത്ത് നമ്മൾ ഇഡ്ഡലി ദോശയ്ക്ക് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ലൂസാകാം. ഇനി ഇഡ്ഡലി ദോശ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ, അറ്റ്ലീസ്റ്റ് ഒരു കപ്പ് വെള്ളം കൂടെ എങ്കിലും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിടുന്നു. അതിനുശേഷം സവോള ഇടുന്നു. അതിനുശേഷം കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിടുന്നു. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിടുന്നു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു 4 പച്ചമുളക് ഇടുന്നു. ഇനി ഇത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്യുന്നു. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നു. അതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. ഇനി നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഒരു അറൗണ്ട് 150 ml കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി ഇത് ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി. നമ്മൾക്ക് ഇനി മാവ് കുറച്ചായിട്ട് കോരി ഈ എണ്ണയിലേക്ക് ഒഴിക്കാം. പറയാൻ മറന്നുപോയിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ മാവ് ഒട്ടും പുളിച്ചു പോകരുത്. നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരച്ചിട്ട് ആ സെയിം ടൈമിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ആഡ് ചെയ്യാവുന്നതാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ഐഡിയൽ സ്നാക്കാണിത്. നമ്മൾ എണ്ണ ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്കാക്കി. നമ്മുടെ വട ഗോൾഡൻ ബ്രൗൺ ആയി. നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എക്സസ് എണ്ണ പോകുന്നതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ ഇടാൻ മറക്കരുത്. ഇതുപോലെ ഈ വട മുഴുവൻ നമുക്ക് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദാൽ റൈസ് വട തയ്യാറായിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ചട്നി ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഞങ്ങൾ കോമ്പിനേഷനായിട്ട് ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം നല്ല ചൂടോടെ ക്രിസ്പി ഹോട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിന് ഒരു കോമ്പിനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റർ ഇൻ ലോസിനെയും കൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇതല്ലേ? ഞാനും അതെ. ഷെർലിയുടെ നിന്ന് പഠിച്ചിട്ട് ആദ്യമായിട്ട് കഴിക്കുക.